വളാഞ്ചേരിയിൽ തോട്ടിലേക്കും ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കും മലിനജലം തള്ളുന്നതായി പരാതി നൽകിയതിന്റെ പേരിൽ വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായതായി എൻസിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആബിദ് തങ്ങൾ, NYC സംസ്ഥാന പ്രസിഡന്റ് CK ഗഫൂർ എന്നിവർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസഹനീയമായ രീതിയിലുള്ള ദുർഗന്ധം അനുഭവപ്പെടുകയും അതിന്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും അതുപോലെ തന്നെ വളാഞ്ചേരി പോലീസ് SHOക്കും ഒക്കെ കൃത്യമായ രീതിയിലുള്ള തെളിവ് സഹിതമുള്ള പരാതി സമർപ്പിക്കുകയുണ്ടായി. 18/5/2026 മിനിഞ്ഞാന്ന്. ഇന്നു വരെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമായൊരു വസ്തുതയാണ്. ഇമ്മീഡിയറ്റ് എഫക്റ്റായി അത് നിർവഹിക്കേണ്ട ഒരു കാര്യം എന്റെയോ താല്പര്യത്തിന്റെ പേരിൽ അത് ഒതുക്കി തീർക്കാനുള്ള ഒരു പദ്ധതിയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റൊരു വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള പരാതി സമർപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ആബിദ് തങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നേരെ വധഭീഷണി, ടെലിഫോൺ കോളിലൂടെ വിളിച്ച് വധഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യവും ഇതിനോടനുബന്ധിച്ചുണ്ടായി. വളാഞ്ചേരി നഗരസഭാ പരിധിയിലെ പെരിന്തൽമണ്ണ റോഡിനോട് ചേർന്നുള്ള നന്മ അനുഗ്രഹ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള തോട്ടിലേക്കും ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കും ചില ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമുള്ള മാലിന്യജലം ടാങ്കർ ലോറികൾ വഴി അനധികൃതമായി തള്ളുന്നതായാണ് പരാതി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആബിദ് തങ്ങളാണ് നഗരസഭാ സെക്രട്ടറിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയത്. മാലിന്യജലം തള്ളുന്നതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായതായി പറയുന്നു. പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ ശബ്ദമുയർത്തിയതിനും പൊതുജനാരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയതിനുമാണ് ഇത്തരം ഭീഷണികൾ ഉയരുന്നതെന്ന് ആശങ്കാജനകമാണ്. ഈ വിഷയത്തിൽ നിയമപരമായ അന്വേഷണം നടത്തി ഭീഷണിക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണം. വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ, നഗരസഭാ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ, വളാഞ്ചേരി SHO, കേരള മുഖ്യമന്ത്രി, DGP, മലപ്പുറം SP എന്നിവർക്കും നൽകിയിട്ടുണ്ട്. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പൊതുജന സഹകരണത്തോടെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആബിദ് തങ്ങൾ, CK ഗഫൂർ എന്നിവർ അറിയിച്ചു. ACV ന്യൂസ്, മലപ്പുറം.